ഇതിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമാണ്. അല്ല, സാങ്കല്പികല്ല. ഇതിപ്പോ എന്നിട്ട് പറയാ, ആ കൺഫ്യൂഷൻ ആയല്ലോ. എന്താ പ്രശ്നം എന്നല്ലേ? ഇന്നത്തെ വിഷയം കൂടോത്രമാണ്. അങ്ങ് കണ്ണൂരിലെ കൂടോത്രം. ഇന്നത്തെ കൂരായണം ഒരു ഇരുട്ടുമുറിയിൽ സൈലന്റ് ആയിട്ടിരുന്ന് കാണണം. അപ്പോഴാണ് നമുക്ക് ആ ആംബിയൻസ് കിട്ടുള്ളൂ. സംഭവം മറ്റോനാ, കൂടോത്രം. KPCC പ്രസിഡന്റ് K. സുധാകരന്റെ വീട്ടിൽ നിന്ന് കൂടോത്രം കണ്ടെത്തിയിരിക്കുന്നു. ഈ ഒരു സാധനം മാത്രമല്ല, അതിന് വേറെ സംഭവം. അവൻ വരുന്നു. കാലിന് വെള്ളം കുറയോ അങ്ങനെയൊക്കെ ആയിരുന്നു. കാലിന് വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ വീടിന്റെ ഏകദേശം ഷേപ്പെല്ലാം വീടിന്റെ. അയ്യോ, ഞങ്ങളുടെ സുധാകരൻജിയുടെ ആരോഗ്യം പാവം വീഡിയോയിൽ പറയണത് കേട്ടില്ലേ? ജീവൻ പോവാത്തത് ഭാഗ്യെന്ന്. ഈ കൂടോത്രമൊക്കെ ഉള്ളതാണോ എന്റെ സുധാകരൻജി? അതൊക്കെ ഉണ്ണിത്താനോട് ചോദിച്ചാലേ അറിയൂ. ആ, ഉണ്ണിത്താൻ എവിടെ? ഉണ്ണിത്താൻ പുള്ളിക്ക് കുറെ ജീവിതാനുഭവം ഉണ്ടല്ലോ. ഹൈ, മൂപ്പര ഓഫീസിൽ തന്നെ ഇമാതിരി പണി നടക്കണുണ്ടെന്നല്ലേ പുള്ളിയാ നമ്മളോട് പറഞ്ഞത്. അപ്പൊ സുധാകരനെ പറഞ്ഞു വിട്ടതാണ്. എന്ത് നടക്കുമെന്ന് എനിക്കറിയാം. ഞാനതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നു. അതിന് തടയിട്ടുട്ടുണ്ട്. ഞാനൊരു രാഷ്ട്രീയക്കാരൻ നിലയിൽ ഞാൻ ഇന്നുവരെ ആരെയും ദൈവോദ്രവിപ്പിക്കാൻ പോയിട്ടില്ല. ഇതൊക്കെ ഞാൻ ഈശ്വരനിൽ വിശ്വസിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് ഞെട്ടിപ്പിക്കുന്ന ചില കഥകൾ ഇത് ഇലക്ഷൻ കഴിഞ്ഞ് പറയാം. എന്നെ നശിപ്പിക്കാനായിട്ട് ഞാനിരിക്കുന്ന ഓഫീസിന് മുകളിലൊക്കെ ചില ക്രിയകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ മുഴുവൻ ഫോട്ടോയും ഞാൻ നിങ്ങളെ കാണിക്കാം. അങ്ങനെ വരട്ടെ. DCC ഓഫീസിൽ മുഴുവനും കൂടോത്രാണ് ഗൈസ്. നേതാക്കൾ എന്നെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ സുധാകരൻജിയെ മാത്രല്ല, രാജ്മോഹൻ ഉണ്ണിത്താനെ നശിപ്പിക്കാൻ ശ്രമം നടന്നിരിക്കുന്നു. എന്റെ വീട്ടിനകത്ത് എന്റെ പെൻ സ്റ്റാൻഡിൽ കൊണ്ടുവച്ചു. എന്തായാലും BJP-കാരന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ വരത്തില്ലല്ലോ, മാർച്ചിറ്റാർ വരത്തില്ലോ. ആ എടുത്ത സാധനങ്ങൾ മുഴുവൻ നിങ്ങളെ പ്രദർശിപ്പിക്കാം. നിറച്ച് കൈപ്പത്തി. അപ്പം ഇവിടെ നടത്താവുന്ന മൊത്തം നടത്തിയിട്ടുണ്ട്. ചില ആളുകൾ എന്നെ തോപ്പിക്കാൻ അവരുടെ ആവനാഴിയിൽ അവസാനത്തെ ആയുധവും പ്രയോഗിച്ചിട്ട് നടക്കാൻ വന്നപ്പോൾ ചില പൊടിക്രിയകൾ ചെയ്തിട്ടുണ്ട്. ആ പൊടിക്രിയ മൊത്തം ഞാൻ പിടിച്ചിട്ടുണ്ട്. അല്ല, അത് പിന്നെ പറയാം. അപ്പൊ അത് തന്നെ സംഭവം. പക്ഷെ ഈ കൂടോത്രം കൊണ്ടൊന്നും രാജ്മോഹൻ ഉണ്ണിത്താനെ വീഴ്ത്താന്ന് ആരും വിചാരിക്കണ്ടേട്ടാ. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഞങ്ങളുടെ ഉണ്ണിത്താൻ ചേട്ടൻ. ഒന്നിങ്ങോട്ട് ഇറക്കിയിട്ടുണ്ടെങ്കിലേ 9 അങ്ങോട്ട് തരാൻ ഞങ്ങളുടെ ഉണ്ണിത്താൻ ചേട്ടൻ നന്നായിട്ട് അറിയട്ടാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുധാകരൻജിക്ക് തുടർച്ചയായി ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത്. കൂടോത്രം കൊണ്ടാണോ ഇങ്ങനൊക്കെ വരണേ എന്ന് സുധാകരൻജിക്ക് കലശലായൊരു സംശയം. ആ സംശയം ഉണ്ണിത്താനോട് പറഞ്ഞതും മൂപ്പർ ആത്മീയ ആചാര്യനെ തന്നെ കൊണ്ടുവന്നു. കാര്യം അപ്പന്നെ പിടികിട്ടി. സുധാകരൻജിയുടെ നാശം തന്നെ ആണ് കൂടോത്രത്തിലൂടെ ലക്ഷ്യം വെച്ചത്. കണ്ണൂരിലെ വീടിന്റെ കന്നിമൂലയിലാണ് തകിടുകൾ കണ്ടെത്തിയത്. അത് പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താനും K. സുധാകരനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഹൈ, കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതല്ലേ കാര്യങ്ങളുടെ ഒരു കിടപ്പ്. അപ്പോഴാണ് സുധാകരൻജിക്ക് കൃത്യമായിട്ട് മനസ്സിലായത്. ഇത്രയും വീരശൂര പരാക്രമിയായ സുധാകരൻജിയുടെ വീട്ടില് കൂടോത്രം നടത്താൻ ആർക്കാണ് ഇത്ര ധൈര്യം? എനിക്കാ അതൊന്നും കഴിയില്ല. അതിലൊന്നും ആർക്കും കഴിയില്ല എന്ന് തോന്നുന്നില്ല എനിക്ക്. എന്ന് പറയുന്നുണ്ട്. പേടിച്ച് വരച്ച് ജീവൻ പോവാത്തത് ഭാഗ്യം എന്ന് പറഞ്ഞത് മൂപ്പരുടെ ഒരു അഭിനയായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ ചിരിച്ചു കളിച്ച് പറയണത്. ഇങ്ങനത്തെ കാര്യം കൊണ്ടൊന്നും ഞങ്ങളുടെ സുധാകരൻജിനെ അപായപ്പെടുത്താൻ ആർക്കും പറ്റില്ല കേട്ടോ. പിന്നെ ഭയം എന്ന് പറയുന്ന സാധനം ഞങ്ങളുടെ സുധാകരൻജിയുടെ ഡിക്ഷണറിയിൽ ഇല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അന്ന് കൂടോത്രം കണ്ടെത്തി പരിശോധന നടത്തിയെങ്കിലും സുധാകരൻജിക്ക് പിന്നെയും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു. അപ്പജിക്ക് പിന്നെയും സംശയങ്ങളും വന്നു. ഒന്നും നോക്കിയില്ല. അപ്പോഴേക്കും രക്ഷയ്ക്കുമ്പോൾ ഉണ്ണിത്താൻ ചേട്ടൻ വീണ്ടും പറഞ്ഞെത്തിയില്ലേ. വീണ്ടും ആത്മീയ ആചാര്യനെ എത്തിച്ചു. അപ്പൊ താണ്ട് വീണ്ടും തകിടുകള്. അപ്പൊ കിട്ടിയത് കണ്ണൂരിലെ വീട്ടിൽ നിന്നല്ല, തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന്. പിന്നൊരു കാര്യമുണ്ട്, ഉണ്ണിത്താൻ ചേട്ടനുള്ളതുകൊണ്ട് സുധാകരൻജി ഒരു കാരണവശാലും പേടിക്കണ്ട കേട്ടോ. കൂടോത്രം, ദുർമന്ത്രവാദം, ആ ടൈപ്പ് എന്തെങ്കിലും പണിയാണെങ്കിൽ രക്ഷിക്കാൻ നമ്മുടെ ഉണ്ണിത്താൻ ചേട്ടൻ ഓടിച്ചാടി വരുന്ന ഉറപ്പല്ലേ? ചങ്കടാ. അദ്ദേഹം ഈ ജില്ലയെ ആകെ തകർത്തു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു പ്രസ്ഥാനത്തെ ഏറ്റവും വലിയ ബ്ലാക്ക് മാജിക്കിന്റെ ജില്ലയാക്കി മാറ്റി, ദുർമന്ത്രവാദത്തിന്റെ ജില്ലയാക്കി മാറ്റി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ദുർമന്ത്രവാദത്തിന്റെ പേരിൽ സാധനങ്ങൾ കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് കൊണ്ടുപോയി. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിനോടൊപ്പം കൂടെ നിൽക്കണം എന്ന വാശിയിൽ എൻ്റെ ഈ വീട്ടിൽ വന്ന് അദ്ദേഹം അറബിക്കിൽ എഴുതിയ തകിടുകൾ ഒരാചാര്യനെ കൊണ്ടുവന്നെടുപ്പിച്ചു.
ഞാൻ അന്നും ഇന്നും അതിൽ വിശ്വസിക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ട് ഞാനത് പുറത്തു പറഞ്ഞില്ല. എന്തിനാ? ഇവിടുത്തെ ഹിന്ദുക്കളെയും മുസ്ലിമുകളായിട്ടുള്ള നേതാക്കന്മാരെ പരസ്പരം അടുപ്പിക്കാൻ. ഇവിടുത്തെ ചില മുസ്ലിം കോൺഗ്രസ് നേതാക്കന്മാരുടെ പേര് അദ്ദേഹം പരസ്യമായി പറഞ്ഞു, ഇദ്ദേഹമാണ് നിന്റെ വീട്ടിൽ കുഴിച്ചിട്ടത് എന്ന് പറഞ്ഞു. ആ രീതിയിൽ കാരണം അദ്ദേഹം വരുന്ന സമയം മുതൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇവിടെ മതപരമായിട്ടുള്ള സംഘർഷത്തിൽ നിന്ന് മുതലെടുക്കുക എന്നുള്ളതാണ്. അയ്യ, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാ. സ്വന്തം ജീവൻ അപകടപ്പെടാൻ പോകുമ്പോഴും കൂട്ടുകാരന്റെ ജീവൻ അപകടപ്പെടാൻ പോകുമ്പോഴും അത് മനസ്സിലാക്കാനുള്ള ആ ഒരു ത്രികാല ജ്ഞാനുണ്ടല്ലോ, അത് നമ്മൾ കാണാണ്ട് പോരുതിട്ടാ. എല്ലാവരുടെ കളികളും കണ്ടുപിടിക്കാനുള്ള കഴിവ് നമ്മുടെ ഉണ്ണിത്താൻ ചേട്ടൻ നല്ലോണം ഉണ്ട്. അത്രയും വലിയൊരു കാട്ടുകള്ളനാണ് ഇദ്ദേഹം. ഈ നാടിനെ ആകെ ഏറ്റവും വലിയ അപമതിപ്പുണ്ടാക്കി, ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷത്തെ ഓരോ ഘട്ടത്തിലും ഇല്ലാതാക്കി, ഈ നാടിനകത്ത് നിന്ന് കറവ പശുവിനെ പോലെ സകലതും കറന്നെടുത്ത ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരെയുള്ള യുദ്ധം ഞങ്ങൾ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. അത് ശരി, ഉണ്ണിത്താനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാറായോ? മോനെ, ഇത് നല്ലതിനല്ലോ. ഉണ്ണിത്താൻ ചേട്ടനെതിരെ ആരെങ്കിലും ഒരു ചെറുവിരൽ അനക്കിയിട്ടുണ്ടെങ്കിൽ ആവനാഴിയിലെ പല അസ്ത്രങ്ങളും ഞങ്ങളുടെ ഉണ്ണിത്താൻ ചേട്ടൻ പുറത്തിറക്കും. ജാഗ്രത. എവിടെ സുധാകരൻജി? എവിടെ സുധാകരൻജി? ഹാപ്പി അല്ലേ? ഓക്കെ അല്ലേ? ടെൻഷനൊന്നും ഇല്ലല്ലോ അല്ലേ? ഇത് കണ്ടെടുത്തത് വീട്ടിൽ നിന്നാണ്. ഇപ്പോഴെങ്ങാനും കണ്ടെടുത്തതാണോ? ഇത് കുറെ മുമ്പേ കുറെ മുമ്പാ? ആ കുറെ മുമ്പ് കണ്ടെടുത്താണോ? എല്ലെന്ന് ഇത് ഞാൻ പറഞ്ഞ വേറെയാണ്. ഇവിടെ വർഗീസ് പറഞ്ഞതന്നെ. 1.5 വർഷം മുമ്പ് നടന്ന കൂടോത്രത്തിന്റെ ദൃശ്യമാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. എന്നാലും DCC ഓഫീസിലും KPCC പ്രസിഡന്റിന്റെ വീട്ടിലും MP-യുടെ വീട്ടിലൊക്കെ ഇങ്ങനെ കൂടോത്രം നടത്തുന്നത് ആരാണാവോ? അപ്പൊ നമ്മള് വിചാരിക്കും ഇവിടെ മാത്രാണ് ഈ പണിന്ന്. നെഹി, കാടും കടലും കടന്ന് അങ്ങ് കർണാടക വരെ എത്തിയിരിക്കുന്നു. കർണാടക സർക്കാരിനെ താഴെ ഇറക്കാൻ കേരളത്തിൽ മൃഗബലി നടത്തിയെന്നാണ് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറയുന്നത്. കണ്ണൂരിലെ ശത്രുഭൈരവ എന്നുള്ള പേരിൽ നടത്തിയ യാഗത്തിൽ 52 മൃഗങ്ങളെ ബലി നൽകിയെന്നാണ് DKയുടെ ആരോപണം. അതിനി ആരാണവ ചെയ്തേ? ഒരിടത്ത് കൂടോത്രം, വേറൊരിടത്ത് ദുർമന്ത്രവാദം, മറ്റൊരിടത്ത് മൃഗബലി. ഈ കോൺഗ്രസിന് ഇതെന്തു പറ്റി? കേരള അന്ധവിശ്വാസ അനാചാര നിർമ്മാർജ്ജന നിയമം എന്നൊരു ബില്ല് 2021 നിയമസഭയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ നേതാക്കൾക്ക് ഓർമ്മയുണ്ടോ ആവോ? എന്തായാലും മുജ്ജന്മ സുഹൃതം കൊണ്ട് ഇതല്ലേ സംഭവിച്ചുള്ളൂ. ധൈര്യമായിട്ടിരിക്കേ, വരാനുള്ളതൊന്നും വഴി തങ്ങില്ലല്ലോ. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.